വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന നല്ല തിക്ക് ഗ്രേവിയുള്ള ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനും ഒക്കെ ഈസിയായി തയ്യാറാക്കാം. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണിത്. ഈ ചിക്കൻ കറിക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 1.5 കിലോഗ്രാം, സവാള 4-5 എണ്ണം ഏകദേശം 500 ഗ്രാം, തക്കാളി 1-2 എണ്ണം, വെളുത്തുള്ളി 10-12 എണ്ണം, ഇഞ്ചി ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിൽ, കറിവേപ്പില 4-5 തണ്ട്, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, പിരിയൻ മുളക് പൊടി 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ എരിവിനനുസരിച്ച് ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അടുത്ത്, ചിക്കൻ മസാല 3 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 6 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ചുവന്നുള്ളി 8-10 എണ്ണം, ഉപ്പ് ഏകദേശം 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 നുള്ള്, ഗരം മസാല 1/4 ടീസ്പൂൺ. സവാള ഒന്ന് കനം കുറച്ചരിഞ്ഞെടുക്കാം. സവാളയുടെ സെൻറ്ററിലെ കട്ടിയുള്ള ഭാഗം മുറിച്ച് കളയാം. കനം കുറച്ചരിയുന്നത് സവാള കറിയിലേക്ക് നന്നായി അലിഞ്ഞു ചേരാനാട്ടോ. തക്കാളി ഞെടുപ്പും കുരുവും കളഞ്ഞതിന് ശേഷം ചെറുതായി അരിഞ്ഞു വയ്ക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചോ പേസ്റ്റ് ആക്കിയോ ചേർക്കാവുന്നതാണ്. ഒരു പാൻ ചൂടാകാൻ വയ്ക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാട്ടോ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ സവാള ഇടാം. സവാള എളുപ്പത്തിൽ വഴറ്റിയെടുക്കാൻ വേണ്ടി ഉപ്പുപൊടിയും ഇപ്പോൾ ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതോ പേസ്റ്റ് ആക്കിയതോ ചേർക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 3-4 മിനിറ്റ് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ചിക്കൻ മസാലയും ചേർത്തിളക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള പാചക വീഡിയോ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. 2 മിനിറ്റിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചപ്പൊന്ന് മാറട്ടെ. കറിവേപ്പില ചേർക്കാം. ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർക്കാം. ഇനി 1 ഗ്ലാസ് വെള്ളം ചേർത്തിളക്കി മൂടി വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. സവാള ബ്രൗൺ നിറം ആകുന്നത് വരെ ഇളക്കി കൊടുത്ത് വഴറ്റുന്നതിന് പകരം എളുപ്പത്തിൽ മൂടി വെച്ച് വേവിക്കുക കേട്ടോ. ഏകദേശം 5 മിനിറ്റായി. ഇനി മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വെള്ളം വാർന്നു പോകാനായി വെച്ചിരുന്ന 1.5 കിലോഗ്രാം ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും മസാലയും കൂടി 3-4 മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ വേകാൻ ആവശ്യമായ വെള്ളം ചേർക്കാം. തിക്ക് ഗ്രേവിയുള്ള ചിക്കൻ കറി ആയതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ചേർത്ത് വേവിക്കുന്നത്. ഏകദേശം 1 ഗ്ലാസ് വെള്ളം ചേർക്കാം. ചിക്കൻ വേകുമ്പോൾ അതിൽ നിന്നും വെള്ളം ഇറങ്ങും. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം മൂടി തുറന്നിളക്കാം.
ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. വെള്ളം കുറുകി ചിക്കൻ നന്നായി വെന്ത് വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിലും 6-7 മിനിറ്റ് കൂടുമ്പോൾ അടിയിൽ പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ചിക്കൻ ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ നന്നായി വെന്ത് കിട്ടും. തവി കൊണ്ട് ചിക്കൻ പീസ് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി വെന്തോ എന്ന് എളുപ്പത്തിൽ അറിയാം. തുടക്കക്കാർക്ക് വേണ്ടിയാട്ടോ ഇങ്ങനെ പറയുന്നത്. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ദാ കറി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വയ്ക്കാം. ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. വട്ടത്തിലെറിഞ്ഞ ചുവന്നുള്ളി വഴറ്റാം. വറ്റൽ മുളകും കറിവേപ്പിലയും ചേർക്കാം. ചൂടോടെ ചിക്കൻ കറിയിലേക്ക് ചേർക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇപ്പോൾ ചേർക്കാവുന്നതാണ്. അതുപോലെ 2 നുള്ള ഏലക്കാപ്പൊടിയും ഫ്ലേവറിന് വേണ്ടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഈ ചിക്കൻ കറി ഫ്രൈഡ് റൈസിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. പിന്നെ തേങ്ങാപ്പാൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴത്തെ ഉപയോഗത്തിനുള്ളതിലേക്ക് മാത്രം ചേർത്താൽ മതിയാവും. ഇതുപോലെ എളുപ്പത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള പാചക വീഡിയോ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.